Hi all, welcome to a new video of Edify Insights. So today the topic we are going to discuss is disaster management cycle. Okay, so before going to the topic, let's see what a disaster management is. Disaster management can be defined as the organization and management of resources and responsibilities for dealing with all humanitarian aspects of emergencies such as mitigation, preparedness, response, and recovery in order to lessen the impact of disasters. ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് ആ ഡിസാസ്റ്ററിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മാനേജ്മെൻറ്റ്സ്, അതായത് ഓർഗനൈസേഷൻ വരുന്നുണ്ട്, മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഡീലിംഗ് വിത്ത് ഓൾ ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്സ്. ഏതൊക്കെ ആസ്പെക്ട്സ് ആണ് അത്? മിറ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യും, പ്രിപ്പയർഡ്നെസ്, റെസ്പോൺസ് ആൻഡ് റിക്കവറി. ഓക്കെ, സോ ദാറ്റ് ഈസ് disaster management. And let's see what are the 4 phases of disaster management. So the first one is mitigation, preparedness, response and recovery. This is like a cycle. Okay, let's see the diagram. Okay, here you can see ഒരു ഡിസാസ്റ്ററിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഓക്കെ, ബിഫോർ ദ ഡിസാസ്റ്റർ വി സ്റ്റാർട്ട് വിത്ത് മിറ്റിഗേഷൻ. ഓക്കെ, നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? മിറ്റിഗേഷൻ മെഷേഴ്സ് ആണ്. ബിഫോർ ദ ഇവൻറ്റ്, ഒരു ഇവൻറ്റ്, അതായത് ഒരു ഇവൻറ്റിൻ്റെ, ഒരു ഡിസാസ്റ്ററിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? മിറ്റിഗേഷൻ മെഷേഴ്സ് നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർഡ്നെസ്സിലേക്ക് വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ആരോ മാർക്ക് കാണാം, ഇമ്പാക്റ്റ് ഉണ്ടായി അല്ലെങ്കിൽ ആ ഒരു ഡിസാസ്റ്റർ അവിടെ നടന്നു. ആഫ്റ്റർ ദ ഇവൻറ്റ്, ഓക്കെ, ആഫ്റ്റർ ദ ഡിസാസ്റ്റർ ഫസ്റ്റ് എന്ത് വരും? റെസ്പോൺസ് വരും. ഈവൺ ആഫ്റ്റർ ദ ഡിസാസ്റ്റർ. ഓക്കെ, ഈവൺ ആഫ്റ്റർ എനി ഡിസാസ്റ്റർ ഫസ്റ്റ് വൺ ഇസ് റെസ്പോൺസ്. അല്ലെ, നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു? ആ ഒരു ഡിസാസ്റ്റർ കഴിഞ്ഞ ഉടനെയുള്ള റെസ്പോൺസാണ്, അത് റെസിക്യൂ ഒക്കെ വരുന്നത്, റെസ്പോൺസാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് റെസ്പോൺസ് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയും? നെക്സ്റ്റ് ഇസ് റിക്കവറിയാണ് വരുന്നത്. ഓക്കെ, സോ റിക്കവറി കുറച്ച് ലോങ് ടേം ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് മിറ്റിഗേഷൻ ഇസ്. ഓക്കെ, it reduces the impact of disaster or minimize the effects of disaster to create better prepared and more resilient communities. എന്താണ് മിറ്റിഗേഷൻ ചെയ്യുന്നത്? നമ്മളെ ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ റെസിലിയൻ്റ് ആവാൻ വേണ്ടിയിട്ട്. വാട്ട് ഈസ് റെസിലിയൻസ്? റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു കോപ്പ് അപ്പ്. ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ആ ഡിസാസ്റ്ററിനെ കോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ട് ആ ഡിസാസ്റ്ററിനെ കോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളെന്താണ്? റെസിലിയൻറ്റ് കമ്മ്യൂണിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെയൊക്കെ റെസിലിയൻറ്റ് കമ്മ്യൂണിറ്റീസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഡിസാസ്റ്ററിൻ്റെ ഇഫക്ട്സ് മിനിമൈസ് ചെയ്യാൻ ഉള്ള ഒരു മെഷറാണ് എന്ത് പറയുന്നത്? മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു പിന്നെ എന്തൊക്കെയാണ് മിറ്റിഗേഷൻ മെഷേഴ്സ് എന്ന് നോക്കാം. സ്ട്രക്ചറൽ മിറ്റിഗേഷനും ഉണ്ട്, നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷനും ഉണ്ട്. ഓക്കെ, സ്ട്രക്ചറൽ മിറ്റിഗേഷൻ ആൻഡ് നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എക്സാംസിന് വന്ന് കണ്ടിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ വാട്ട് ആർ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷേഴ്സ്. ഓക്കെ, സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, അല്ലേ? ആ ഒരു ടേം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. വാട്ട്? കൺസ്ട്രക്ഷൻ ഓഫ് പ്രോജക്ട്സ് വിച്ച് റെഡ്യൂസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ്. ഓക്കെ, അതായത് നമ്മുടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ഓഫ് പ്രോജക്ട്സ്. എക്സാമ്പിൾസ് എന്താ പറഞ്ഞാൽ? ഡാംസ്, ഹസാർഡ് റെസിലിയൻറ്റ് ബിൽഡിങ്സ്, സീ വാൾസ് എക്സെട്ര. നമുക്കറിയാം, നമ്മുടെ സുനാമി വന്നതിന് ശേഷം നമ്മൾ ചെയ്തൊരു മിറ്റിഗേഷൻ മെഷറായിരുന്നു സീ വാൾസ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും സുനാമി എഫക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് കൊല്ലത്ത് ആലപ്പാട് പഞ്ചായത്തായിരുന്നു. അപ്പം അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും അവിടെ എല്ലാ കമ്മ്യൂണിറ്റീസും അവർ പറയുന്നത് അവർക്ക് സീ വാൾ വേണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം സീ വാൾ എന്താണ്? ഒരു മിറ്റിഗേഷൻ മെഷറാണ്. പെട്ടെന്ന് അവരെ എഫക്റ്റഡ് ആവാതെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കടൽ ഭിത്തികൾ കെട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കടൽ പെട്ടെന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കടൽ ഭിത്തികൾ കെട്ടാറുണ്ട്. അപ്പോൾ ഒരു മിറ്റിഗേഷൻ മെഷറാണ് സീ വാൾ. അതുപോലെ തന്നെ ഹസാർഡ് റെസിലിയൻറ്റ് ബിൽഡിങ്സ്. ഓക്കെ, ഒരു ഹസാർഡ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു വാട്ട് വാസ് ഹസാർഡ്സ് എന്നുള്ളത്. അതായത് എന്താണ്? നമ്മളെ പിന്നെ ഡിസാസ്റ്റർ ആവുന്നതിൻ്റെ മുന്നേ ഒരു ഇവൻ്റാണ്. ഓക്കെ, ഡിസാസ്റ്റർ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ഇവൻ്റാണ് ഹസാർഡ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു എന്തൊക്കെയായിരുന്നു ഹസാർഡ്സ്.
നമ്മുടെ ഫ്ലഡ്സ്, അതുപോലെ എർത്ത് ക്വേക്സ്, പിന്നെ ഹരിക്കെയിൻസ്, അങ്ങനെ ഒരുപാട് ഹസാർഡ്സ് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പം ഈ ഒരു ഹസാർഡിന് റെസിലിയൻറ്റ് ബിൽഡിംഗ്, ഹസാർഡ് റെസിലിയൻറ്റ് ബിൽഡിങ്സ് ആണ് ഒരു സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഹസാർഡ് വരുന്ന സമയത്ത് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള, ഇപ്പം ഒരു ഫയർ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എർത്ത് ക്വേക്ക് ഉണ്ടാവുകയാണ്, അപ്പം അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള തരത്തിലുള്ള ബിൽഡിങ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്ലഡ് ഉണ്ടാവുന്ന ഏരിയാസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ബിൽഡിങ്സിൻ്റെ താഴെ പില്ലേഴ്സ് വെച്ചിട്ട് കുറച്ച് മുകളിലേക്കായിരിക്കും നമ്മൾ ബിൽഡിങ്സ് അല്ലെങ്കിൽ നമ്മൾ വീടുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് എ ഹസാർഡ് റെസിസ്റ്റൻറ്റ് ബിൽഡിംഗ് അല്ലേ. അവിടെ ഫ്ലഡാണ് അവിടുത്തെ പ്രോബ്ലം എങ്കിൽ ആ ഫ്ലഡിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബിൽഡിങ്സ് ഉണ്ടാക്കുക. ഓക്കെ, എർത്ത് ക്വേക്ക് ആണ്, എർത്ത് ക്വേക്ക് പ്രോൺ ഏരിയ ആണ് ഒരു പെർട്ടിക്കുലർ ഏരിയ എങ്കിൽ ആ എർത്ത് ക്വേക്ക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് എർത്ത് ക്വേക്ക് പ്രോൺ ഏരിയാസിൽ നമ്മൾ ഒരുപാട് എന്താ പറയുക ബ്രിക്സ് ഒന്നും വെച്ചിട്ടായിരിക്കില്ല നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. മേ ബി ചിലപ്പം അത് വീണ് കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് പിന്നെ ഡാമേജ് ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ. ഹോപ്പ് യു ആർ ക്ലിയർ. നെക്സ്റ്റ് ഇസ് നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ. സ്ട്രക്ചറൽ മിറ്റിഗേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് വിച്ച് റേസ് അവയർനെസ് ഓഫ് ഹസാർഡ്സ് ഓർ എൻകറേജ് ഡെവലപ്മെൻറ്റ്സ് ടു റെഡ്യൂസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റർ. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? പബ്ലിക് അവയർനെസ് അല്ലേ, നമ്മളൊരു ഡിസാസ്റ്റർ വരുന്നതിൻ്റെ മുന്നേ നമ്മൾക്ക് അവയർനെസ് ഉണ്ടാവണം. ഓക്കെ, അതുപോലെ പ്ലാൻസ് ഫോർ എമർജൻസി സിറ്റുവേഷൻസ്. ഓക്കെ, ഒരു എമർജൻസി വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, പെട്ടെന്നൊരു ഹസാർഡ് വരുവാണ്, ഒരു ഹസാർഡ് ഹിറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ മുന്നേ നമ്മളിങ്ങനെ ഒന്നും അറിയാതെ നിന്നിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ നമുക്ക് അവയർനെസ് വേണം. ഇപ്പോൾ ഫ്ലഡാണ് വരുന്നതെങ്കിൽ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം, എങ്ങോട്ട് മൂവ് ചെയ്യണം, അതല്ലേ പിന്നെ ഒരു ഈ പറഞ്ഞ പോലെ എർത്ത് ക്വേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത്, പാനിക് ആവാതെ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അവയർനെസ്, അതിൻ്റെ ക്ലാസ്സസ്, എമർജൻസി സിറ്റുവേഷൻസിൽ എന്തെല്ലാം നമ്മൾ കയ്യിൽ കരുതണം എന്നുള്ളതിൻ്റെ പ്ലാൻസ് എല്ലാം കൊടുക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചറൽ ആൻഡ് നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ലെസൻ ദ ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റർ. ഓക്കെ, ഡിസാസ്റ്ററിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, മിറ്റിഗേഷനിൽ വരുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് പ്രിപ്പയർനെസ്. മിറ്റിഗേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എന്താണ്, പ്രിപ്പയർനെസ് ആണ്. അതായത് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഓക്കെ, ബിഫോർ ദ ഡിസാസ്റ്റർ. ഓക്കെ, മിറ്റിഗേഷൻ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം നാളെ ഇപ്പോൾ ഡിസാസ്റ്റർ വരുവാണ്, അല്ലെങ്കിൽ നാളൊരു ഹസാർഡ് വരാനുള്ള സാധ്യതയുണ്ട്, നാളെ ഇപ്പോൾ ഒരുപാട് വെള്ളപ്പൊക്കം വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ റെയിൻഫോൾ കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മിറ്റിഗേഷൻ മെഷേഴ്സ് കുറച്ച് കാലം മുന്നേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, പ്രിപ്പയർനെസ് എന്താണ്, മിറ്റിഗേഷൻ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇപ്പം ഒരാഴ്ചയ്ക്ക് മുന്നേ നമുക്ക് ഒരു ഹസാർഡ് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർഡ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫേസാണ് പ്രിപ്പയർനെസ് എന്ന് പറയുന്നത്. ഹിയർ മെഷേഴ്സ് ആർ ടേക്കൺ ടു റെഡ്യൂസ് ദ ലോസ് ഇൻ ഹ്യൂമൻ ലൈഫ് ആൻഡ് അതർ ഡാമേജ് ത്രൂ ദ ഓർഗനൈസേഷൻ ഓഫ് പ്രോംപ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് ആക്ഷൻസ് to response and rehabilitation such as practicing earthquake and fire drills. ഓക്കെ, അതായത് നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം, ഓക്കെ, നമുക്ക് വാർണിംഗ് കിട്ടി, ഇപ്പം ഒരാഴ്ചയ്ക്കുള്ളിൽ ഡിസാസ്റ്റർ വരുമോ എന്നുള്ള വാർണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, അതിൻ്റെ മുന്നേ ചിലപ്പം ഒരു പക്ഷേ നമുക്ക് എർത്ത് ക്വേക്ക് ആൻഡ് ഫയർ ഡ്രിൽസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല സ്ഥലത്തും, പിന്നെ മോക്ക് ഡ്രിൽസ് എല്ലാം. ഓക്കെ, വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിൻ്റെ ഇതെല്ലാം നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ പ്രിപ്പയർനെസ് ഫേസ് എന്ന് പറയുന്നത്. സോ പ്രിപ്പയർനെസ് മെഷേഴ്സിൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആണ് എന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഫേസ് ഏതാണെന്ന് മനസ്സിലാവും. എമർജൻസി ട്രെയിനിങ്. ഓക്കെ, എമർജൻസി വരുന്ന സമയത്ത് എങ്ങനെയൊക്കെ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ട്രെയിനിങ്. അതുപോലെ ഏർലി വാർണിംഗ് സിസ്റ്റംസ്. ഓക്കെ, പ്രോപ്പറായിട്ടുള്ളൊരു ഏർലി വാർണിംഗ് സിസ്റ്റം നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ കോസ്റ്റൽ ഏരിയാസൊക്കെ ആണെങ്കിൽ അവർക്ക് പിന്നെ ഇന്നിപ്പം ഫിഷിങ്ങിന് പോകാൻ പറ്റുമോ, ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും കടൽ കയറാനുള്ള സാധ്യതകളോ, അല്ലെങ്കിൽ റെയിൻഫോൾ കൂടുതലായതുകൊണ്ട് കടൽ കുറച്ചുകൂടെ എന്താ പറയുക ക്ഷോഭിച്ച് നിൽക്കുകയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പിന്നെ ഏർലി വാർണിങ്സ് അവർക്ക് കിട്ടണം.
ഓക്കെ, എന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ ബാക്കി മെഷേഴ്സ് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വയനാടൊക്കെ ദുരന്തം വരുന്നതിൻ്റെ 1 വീക്ക് മുന്നേ അവർക്ക് വാർണിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. ലൈക്ക് ഇങ്ങനെ ഉരുൾപൊട്ടാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഏർലി വാർണിംഗ് സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് പ്രിപ്പയർഡ്നെസ് സ്റ്റേജിൽ വരുന്നതാണ്. അതേപോലെ എമർജൻസി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, എമർജൻസി ആയിട്ട് കാര്യങ്ങൾ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സിസ്റ്റംസ്. പബ്ലിക് ഇൻഫോർമേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഇത്രയാണ് എന്തിൽ വരുന്നത്, ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ഫേസിൽ വരുന്നത്. നൗ നെക്സ്റ്റ് ഈസ് റെസ്പോൺസ്. അതെപ്പോഴാണ്, പോസ്റ്റ് ഡിസാസ്റ്റർ. ഓക്കെ, ആഫ്റ്റർ ദ ഇവൻ്റ് ഒക്കേഴ്സ്, ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞതിന് ശേഷം ഉള്ള ഫസ്റ്റ് ഫേസാണ് എന്ത്, റെസ്പോൺസ് ഫേസ് എന്ന് പറയുന്നത്. റെസ്പോൺസ് ഫേസ് ഇൻവോൾവ്സ് ആക്ഷൻസ് ടു സേവ് ലൈവ്സ്, പ്രൊട്ടക്റ്റ് പ്രോപ്പർട്ടി ആൻഡ് മിനിമൈസ് ഫർദർ ഡാമേജ്. എന്തൊക്കെയാണ്, ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞു, ഫസ്റ്റ് നമ്മളുടെ പ്രയോറിറ്റി എന്തായിരിക്കും, അതെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അല്ലേ, സേവ് ലൈവ്സ്. പിന്നെ നെക്സ്റ്റ് എന്താണ്, പ്രൊട്ടക്റ്റ് പ്രോപ്പർട്ടി. ഇനി പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫർദർ ഡാമേജസ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മളുടെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അല്ലേ, നമ്മുടെ പ്രയോറിറ്റീസ് അതായിരിക്കും. സോ കീ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് റെസ്ക്യൂ അല്ലേ, നമ്മൾ ആദ്യം ജീവൻ രക്ഷിക്കാനുള്ള മെഷേഴ്സ് എല്ലാം എടുക്കും, റെസ്ക്യൂ മെഷേഴ്സ്. ഇപ്പം നമുക്കിവിടെ ഫ്ലഡ് വന്ന സമയത്ത് നമുക്കറിയാം കുറേ ഫിഷർമാൻ കമ്മ്യൂണിറ്റീസ് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പിന്നെ ബോട്ടൊക്കെ ആയി വന്നിട്ട് ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തി. അതാണ് റെസ്ക്യൂ. ഓക്കെ, നമ്മുടെ ലൈഫിനെ സേവ് ചെയ്യുന്ന ആ മെഷേഴ്സ്, റെസ്ക്യൂ മെഷേഴ്സ്. നെക്സ്റ്റ് ഈസ് പ്രൊവൈഡിങ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് മെഡിക്കൽ കെയർ. ഈവൺ ആഫ്റ്റർ ദ ഡിസാസ്റ്റർ നമുക്ക് എന്തായിരിക്കും, ഒരുപാട് പിന്നെ നമുക്ക് അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, മെഡിക്കൽ കെയർ കൊടുക്കുക എന്നുള്ളത്. ഡിസ്ട്രിബ്യൂട്ടിങ് എമർജൻസി സപ്ലൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ റെസ്പോൺസ് മെഷേഴ്സിൽ വരുന്നത്. നെക്സ്റ്റ് ഇസ് റിക്കവറി ഫേസ്. ദിസ് ഫേസ് ഫോക്കസ് ഓൺ റീബിൽഡിങ് ആൻഡ് റീസ്റ്റോറിങ് കമ്മ്യൂണിറ്റീസ് ആഫ്റ്റർ എ ഡിസാസ്റ്റർ. ഓക്കെ, സോ നമ്മുടെ റെസ്പോൺസ് കഴിഞ്ഞു. ഓക്കെ, റെസ്പോൺസ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപക്ഷെ ക്യാമ്പിലൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് ഇവരെയൊക്കെ എന്ത് ചെയ്യണം, റീസ്റ്റോർ ചെയ്യണം, പഴയ ലൈഫിലേക്ക് ഇവരെ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളൊരു ഫേസും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് റീബിൽഡിങ് വരും അല്ലേ, അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീടുകൾ റീബിൽഡ് ചെയ്ത് കൊടുക്കണം. റീസ്റ്റോറിങ് ദ കമ്മ്യൂണിറ്റീസ് ആഫ്റ്റർ ഡിസാസ്റ്റർ, പഴയത് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റീസിനെ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് റിക്കവറി ഫേസിൽ വരുന്നത്. The aim of recovery phase is to restore the affected area to its previous stage. ഓക്കെ, പഴയ സ്റ്റേജ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ അവരെ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് റിക്കവറി ഫേസിൻ്റെ എയിം എന്ന് പറയുന്നത്. റൈറ്റ്, നൗ ഇറ്റ് പ്രൊവൈഡ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു ബിൽഡ് ബാക്ക് ബെറ്റർ, ഇൻകോപ്പറേറ്റിംഗ് മിറ്റിഗേഷൻ മെഷേഴ്സ് ടു റെഡ്യൂസ് ഫർദർ റിസ്ക്. അപ്പോൾ എന്താ, നമ്മളുടെ റിക്കവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്തിലേക്ക് പോകും, മിറ്റിഗേഷനിലേക്ക് പോകും. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൽ ഒരു ഡിസാസ്റ്റർ വന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ സുനാമി കഴിഞ്ഞപ്പോൾ സീ വാൾസ് കിട്ടി. ഓക്കെ, ഒരു എർത്ത് കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കമ്മ്യൂണിറ്റീനെയൊക്കെ റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു എർത്ത് വരുമ്പം എങ്ങനെ നമുക്ക് റെസിലിയൻ്റ് ആവാം എന്നുള്ളത് നോക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, മിറ്റിഗേഷൻ മെഷേഴ്സ് വീണ്ടും ഈ സൈക്കിളിൽ റെസ്പോൺസ് ആൻഡ് റിക്കവറി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മിറ്റിഗേഷനിലേക്ക് തന്നെ പോകും. എന്തിനു വേണ്ടിയിട്ട്, ഫർദർ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി റിക്കവറി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് റിക്കവറീസിൽ വരുന്നത്, ഇതൊക്കെ നിങ്ങളുടെ എക്സാംസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഏതൊക്കെയാണ് ഇപ്പോൾ റീകൺസ്ട്രക്ഷൻ ചോദിക്കും. റീകൺസ്ട്രക്ഷൻ നമ്മുടെ ഡിസാസ്റ്റർ ഫേസസിൽ ഏതിനകത്ത് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കും റീകൺസ്ട്രക്ഷൻ മിറ്റിഗേഷനിലാണോ വരുന്നത് അല്ലെങ്കിൽ ഏത് ഫേസിലാണ് വരുന്നത്, നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ എവിടെയാണ്, റിക്കവറി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ റിക്കവറി ഫേസിലാണ് റീകൺസ്ട്രക്ഷൻ വരുന്നത്, എക്കണോമിക് റിക്കവറി വരുന്നത്, സൈക്കോ സോഷ്യൽ സപ്പോർട്ട് വരുന്നത്. അതായത് റീകൺസ്ട്രക്ഷൻ എന്താണ്, സൊസൈറ്റീനെ പഴയ പോലെ റീകൺസ്ട്രക്ട് ചെയ്യുക, അല്ലെങ്കിൽ പഴയ ഒരവസ്ഥയിലേക്ക് അവരെങ്ങനെയായിരുന്നു ഡിസാസ്റ്ററിൻ്റെ മുന്നേ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരിക. എക്കണോമിക് റിക്കവറി എന്താണ്, അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ലോസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് എക്കണോമിക്കലി അവർക്ക് റിക്കവർ ചെയ്യാനുള്ള മെഷേഴ്സ്, അതുപോലെ തന്നെ സൈക്കോ സോഷ്യൽ സപ്പോർട്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് കൗൺസിലിംഗ് ആൻഡ് ഓൾ. അവർക്ക് ഒരുപാട് ട്രോമാസ് ഉണ്ടാവും. ഇപ്പം ഒരു ഡിസാസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം PTSD
ഏറ്റവും കൂടുതൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. എന്താണ് അവർക്ക് ഈ ഇവൻ്റ് ഇപ്പോഴും നടക്കുന്നത് പോലെ ഒരു എന്താ പറയുക, വീണ്ടും വീണ്ടും ആ ഇവൻ്റ് നടക്കുന്നത് പോലെയുള്ളൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ ഉറക്കക്കുറവ്. അപ്പം ഈ PTSD ഒരുപാട് കേസസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം? സൈക്കോ സോഷ്യൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കണം. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? റിക്കവറി ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. So that's all about disaster management cycle. Hope you are clear about the topic, and thanks for staying with me. Thank you.